ആലുവ പെരുമ്പാവൂർ റോഡിൽ തോട്ടുമുക്കം പാലത്തിന് സമീപത്തുള്ള ഷാ വെജിറ്റബിൾസിലാണ് മോഷണം നടന്നത്. മോഷണം എന്ന് പറഞ്ഞാൽ വെറുമൊരു മോഷണമല്ല, ഒരു ഒന്നൊന്നര മോഷണം. അതായത് ആദ്യം ഈ കാണുന്ന കടയുടെ പുറകുവശത്ത് കുഴിയുണ്ടാക്കി അതിലൂടെ അകത്ത് കയറാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിക്കാതെ വന്നതോടുകൂടിയാണ് സമീപത്തെ പൂട്ട് പൊളിച്ച് ഇതിനകത്ത് കയറുകയും ഇവിടെ മോഷണം നടത്തുകയും ചെയ്തത്. മോഷണം എന്ന് പറയുമ്പോൾ ചില്ലറ മോഷണമൊന്നുമല്ല. അതായത് ഏറ്റവും വില ഇന്നുള്ള വെളിച്ചെണ്ണ, അതായത് 30 കുപ്പി വെളിച്ചെണ്ണയാണ് മാർക്കറ്റിൽ ഏതാണ്ട് 500-600 ഇടയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഈ 30 കുപ്പി വെളിച്ചെണ്ണ ഇവിടുന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മോഷണമൊക്കെ നടത്തി മടുത്തു കഴിഞ്ഞാൽ പിന്നെ ദാഹമൊക്കെ അകറ്റണം. അതുപോലെ തന്നെ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ കള്ളൻ നടത്തിയിട്ടുണ്ട്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തു, അത് എടുത്ത് കുടിച്ച് ക്ഷീണം അകറ്റി ഇവിടെ നിന്ന് തന്നെ ഒരു ചാക്കെടുത്ത് ചാക്കിനകത്ത് വെളിച്ചെണ്ണ കുപ്പി എടുത്തു. ഒപ്പം തന്നെ വീട്ടിലെത്തിയാൽ ഇനി അല്ലെങ്കിൽ എവിടെ എത്തിയാൽ അടുത്ത മറ്റൊരു കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ 10 പാക്കറ്റ് പാല്, ഒപ്പം തന്നെ ഒരു പെട്ടി ആപ്പിള്, അതുപോലെ തന്നെ വിലപിടിച്ച ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം ഒക്കെ ഒന്ന് എടുത്ത് ആൾ ഇവിടുന്ന് പോയിട്ടുമുണ്ട്. എന്തായാലും ഈ മോഷണം പതിവായത്, അത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കടക്കാരനുണ്ട്. എന്തായാലും കടയുടമ ഷമീർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു സംഭവം? ഞങ്ങളിത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നേക്കുന്നത്. കാരണം ഞങ്ങൾ ഞായറാഴ്ച വരുമ്പോഴാണ് അറിയണത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ CCTV ചെക്ക് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം നശിപ്പിച്ചിട്ടേക്കണം. അതിൻ്റെ കേബിളെല്ലാം ഇതാക്കി. പിന്നെ ക്യാമറമാനെ കൊണ്ടുവന്ന് കേബിളെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഞങ്ങൾക്കൊരു 10-15 മിനിറ്റുള്ള ദൃശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ ഒരു 12:10 ആകുമ്പോഴത്തേനാണ് ഈ സംഭവം നടന്നേക്കണേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇതെടുത്ത് ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കട പരിശോധിച്ച് നോക്കുമ്പോൾ സാധാരണ ഞങ്ങളൊരു 3 കേസോളം ശനി ഞായറാകുമ്പോൾ വെളിച്ചെണ്ണ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു 4 കുപ്പി വെളിച്ചെണ്ണ ഇവിടെ നിന്ന് കിട്ടിയത്. ബാക്കി ഒരു 10-30 കൂടുതൽ വെളിച്ചെണ്ണ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഹാഫ് പീസ് ആപ്പിളുണ്ട്, നല്ല കൂടിയ ആപ്പിളാണത്. പിന്നെ അതുപോലെ ബ്ലൂബെറി, എല്ലാം കൂടിയ ഐറ്റംസാണ്. ഫ്രിഡ്ജിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്കൊക്കെ കുടിച്ചെന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും അല്പം കുടിച്ചിട്ട് അടുത്തത് അങ്ങനെ ഒരുപാട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇവിടെ ചാരിറ്റിയുടെ ബോക്സ് വെക്കാറുണ്ട്. 2 ബോക്സ് ഉണ്ടായി. ഒരെണ്ണത്തിലധികം പൈസ ഉണ്ടായി. നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് ഫുള്ളായ മാതിരിയാണ്. പിന്നെ ഒരെണ്ണത്തിൽ കുറച്ച് പൈസ ഉണ്ടായി. അത് ബോക്സെ പാടി എടുത്തുകൊണ്ട് ബോക്സൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ തന്നെ കൊണ്ടുപോയേക്കാണ്. പിന്നെ ഞങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ടും 10ൻ്റെ നോട്ടിന് ക്ഷാമമുള്ളവരും 10ൻ്റെ 20ൻ്റെ നോട്ട് ഞങ്ങൾ ഒരു 2000 രൂപ മേടിച്ച് വെക്കാറുണ്ട്. അതിന് ആ പൈസ ഞങ്ങളിവിടെ ഇട്ടിട്ട് പോയി. കാരണം ഇങ്ങനെ തകർക്കുമെന്ന് അറിയില്ല, സേഫ്റ്റി ആലപ്പോൾ സേഫ്റ്റി കാരണം വെച്ചു ആ പൈസ എടുത്തിട്ട് പോയി. പിന്നെ ലാസ്റ്റ് കുറച്ച് പൈസ കിടപ്പുണ്ടായിരുന്നു, അതും ആ ചാരിറ്റിയിലെ പൈസ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ടൊരു 10,000 രൂപയുടെ നഷ്ടമാണ്. 5,000 രൂപയുടെ മുകളിൽ കാണണം. ചാരിറ്റിയിൽ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ വരുമ്പോൾ അത് ഫുള്ളാവണമെങ്കിൽ ഒരു 4,000-5,000 രൂപ ഒക്കെ ഉണ്ടാവും. ചെയ്യും ഒരു 100 രൂപ 200 ഒക്കെ ഉണ്ടാവും. ചെയ്യും ഒരു 10 രൂപ അങ്ങനെ കൂട്ടിയൊക്കെ ആവറേജ് ഒരു 4,000-5,000 രൂപ എടുത്ത് അത് തന്നെ കാണണം. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു 2,000 രൂപയുടെ 20ൻ്റെ 10ൻ്റെ നോട്ട് ഒരു ചില്ലറ പിറ്റേ ദിവസത്തേക്കുള്ള വെച്ചിട്ടുണ്ട്. ഒരു 10,750 രൂപ ലാസ്റ്റ് കച്ചവടം ചെയ്ത് അതും ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ പാല്, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ആകെ ഇതായി വെള്ളമൊക്കെ കമത്തി പാല് പാക്കറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് പൊട്ടിയത് എങ്ങനെയാണെന്ന് അറിയില്ല, ഭയങ്കര ഇതാണ്. പിന്നെ ഞങ്ങളതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ കട തുടങ്ങിയത്. എന്തായാലും മുമ്പും ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്. അന്നൊക്കെ ചെറിയൊരു ഷെഡായിരുന്നു. ആ മോഷണം പേടിച്ചിട്ടാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത്രമാത്രം സുരക്ഷിതയോടുകൂടി കടയുണ്ടാക്കിയത്. പക്ഷേ അപ്പോഴും മോഷണം തുടങ്ങും. പക്ഷേ ഈ മോഷണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. വെളിച്ചെണ്ണ കേന്ദ്രീകരിച്ച് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ചെറുകിട വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ മോഷണം വെളിച്ചെണ്ണ മോഷണം വർദ്ധിക്കുന്നത് വ്യാപാരികൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ആലുവയിൽ നിന്ന് സഞ്ജു പൊറ്റമലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.